എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട് നോക്കുന്നതാണെങ്കിൽ, നമുക്ക് വസ്തു കൂടുതലായിട്ട് ഒരു വീട് നോക്കുന്നവർക്കാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നൊരു വീട്. ഈ വീടിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് 5400 സെൻറ്റ്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീട്ടിൽ ഹൗസ് സൈഡ് വലിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വീടാണ് ഈ ഒരു വീട്. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഈഴക്കോട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ നടന്നു വരാനുള്ളൊരു ദൂരം മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരം വരുന്നുള്ളൂ. ഈ വീടിരിക്കുന്ന 11 വീടുകൾ ചേർന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. അത്യാവശ്യം നല്ല പ്രീമിയം വില്ലാസാണ്. ഇതിലുള്ള എല്ലാ വീടും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ വീടാണ് ഈ ഒരു വീട്. റോഡ് ഫുള്ളും ടാർ ചെയ്തിട്ടുണ്ട്. 5 മീറ്ററാണ് റോഡിൻ്റെ വീതി. 2 കാർ വരെ സുഖമായിട്ട് പോകാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നല്ല നിരന്ന ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. വീട്ടിലെ ഫ്രണ്ട് വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവും തേക്കുമാണ് വരുന്നത്. 2 മടക്ക് കയറ്റ്, ഫ്രണ്ടിൽ 2 മടക്ക് കയറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഫ്രണ്ടിൽ വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീടിനോട് ചേർന്ന് ഒരു ഇൻബിൽഡ് കാർ പോർച്ച് വരുന്നുണ്ട്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലാഡിംഗ് വർക്ക്, വുഡിൻ്റെ ഡിസൈൻ വരുന്ന ഗ്ലാഡിംഗ് വർക്ക് വരുന്നുണ്ട്. വുഡിൽ പാനൽ വർക്കും വരുന്നുണ്ട്. ഈ വീട് ചെയ്യുന്ന വാസ്തു ബേസിലായിട്ടാണ് വീടിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റൗട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. സിറ്റൗട്ടിലെ തൂണുകളെല്ലാം തന്നെ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വുഡിൻ്റെ തേയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായിട്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, അതേപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. സിറ്റൗട്ടിൽ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിരിക്കുന്ന വുഡിലാണ്. ഇത് നമുക്ക് തേക്കാണ്. ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഡോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ്. അതും നമ്മുടെ ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഹാളും ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാൾ. അതിവിശാലമായിട്ടുള്ള ഹാളാണ്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് നോക്കുന്നവർക്കാണെങ്കിൽ അനുയോജ്യമായൊരു വീടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറെല്ലാം വന്നിട്ട് ലൈറ്റ് കളറാണ് വരുന്നത്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് വി ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. TV യൂണിറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. പ്രീമിയം ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഹാള് കഴിഞ്ഞ് അടുത്തൊരു നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, അങ്ങനെ മൊത്തം നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. ഹാളിൽ നിന്നും ഡൈനിങ് സെക്ഷനിലോട്ട് വരുന്നിടത്ത് നമുക്ക് പാർട്ടീഷൻ, കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതിന് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണും ഹൗസ് സൈഡ് വലിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട്. ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ജാഗ്വറാണ്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. സീലിങ്ങിലും ഇവിടെയും നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. അകത്തെ ഡോറുകളെല്ലാം തന്നെ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളെല്ലാം തന്നെ നമുക്ക് വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 പാളിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ജാഗ്വറാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വലിയ വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും ക്വാളിറ്റി ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലെ കബോർഡിലൊക്കെ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കും ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ജാഗ്വറാണ്.
നമുക്കിനി ചെറിയ ചെറിയ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ചെറിയ ടച്ചപ്പും കാര്യങ്ങളും, ഹൗസിൽ കുറച്ച് ടച്ചപ്പും ക്ലീനിങ് ഇങ്ങനെയുള്ള വർക്കുകൾ മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഇവിടെ വസ്തു വന്നിട്ട് നമുക്ക് 5400 വസ്തു വരുന്നത്. അതേപോലെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2500 സ്ക്വയർ ഫീറ്റും വരുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ കുറേ വില്ലാസ് നമുക്ക് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലെ സ്റ്റോറേജാണ് പറയാനുള്ളത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാൾട്ടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. സീലിങ്ങിൽ പ്രൊഫൈൽ ഐറ്റം വരുന്നുണ്ട്. കിച്ചണിൽ ഹോബ് വരുന്നുണ്ട്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്, ജാഗ്വറാണ് വരുന്നത്. വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. നമുക്ക് ഷെയ്ഡിൻ്റെ മേഖലയിൽ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണിൽ നമുക്കൊരു കർട്ടനും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ്. വലിയൊരു വിശാലമായിട്ടുള്ള വർക്ക് ഏരിയയാണ് വരുന്നത്. വീടിൻ്റെ 3 ചുറ്റും നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്കൊക്കെ നമുക്ക് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. നനകല്ല് ബാക്കിലാണ് വരുന്നത്. വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലൊക്കെ നമുക്ക് നമുക്കൊരു 3 മൂട് വാഴ നട്ടിട്ടുണ്ട്. അത്യാവശ്യം ബാക്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. കിച്ചണിലാണെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. പെയിൻറ്റിങ്ങും കുറച്ച് വർക്ക് പെയിൻറ്റിങ് ഉണ്ട്, എല്ലാം ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ മുല്ലയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കിണർ നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. ബാക്കിലൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് 3 ചുറ്റും നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന വുഡിലാണ്. ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിങ്ങിൽ പെർഹോള വരുന്നുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളായിരുന്നാലും നമുക്ക് വലിയ ഹാളും വലിയ ബെഡ്റൂമുകളുമാണ് വരുന്നത്. വലിയൊരു TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. സീലിങ്ങിലെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൻ്റെ സ്പേസ് വന്നിട്ട്. അതിവിശാലമായിട്ടുള്ള ഹാളാണ് ഇവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 5 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. നമുക്കൊരു ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 25x14 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. കബോർഡ് വർക്കും നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 5 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു വാഷ് ബേസിനും ഒരു ഡ്രസ്സിംഗ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിങ്സിന് ജാഗ്വറാണ് വരുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂമും വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ജാഗ്വറാണ്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വലിയ വാഷ്റൂമാണ് വരുന്നത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് റൂമിന് വേണ്ടിയുള്ള ആ ഒരു സ്പേസ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 16x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂമെല്ലാം വലിയ വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്ന ജാഗ്വറാണ് വരുന്നത്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തേക്കിലാണ് പാനൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതും ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് സ്റ്റീലാണ് വരുന്നത്. ടെമ്പേർഡ് ഗ്ലാസും വരുന്നുണ്ട്. ടെറസിൽ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയും സെപ്പറേറ്റ് ടാങ്ക് വയ്ക്കണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഈഴക്കോട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഇതിരിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. 11 വീടാണ് വരുന്നത്. ഇതിലെ ലാസ്റ്റ് വീടാണ് ഈ വീട്. ബാക്കിയുള്ള എല്ലാ വീടും സോൾഡ് ആയിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. ഈ വീടിരിക്കുന്ന 5400 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2500 സ്ക്വയർ ഫീറ്റാണ്.
4 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചുറ്റുള്ള വടക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് 5 മീറ്റർ നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല പ്രീമിയം വില്ലാസ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ വില്ലാസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് എത്ര രൂപ ബഡ്ജറ്റിൻ്റെ വീടായിരുന്നാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ്. ഹൗസ് ഫ്ലോട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഹൗസ് ഫ്ലോട്ടുകൾ കുറേ കൊടുക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറൊരു യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇട്ടണോ. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.